ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ബാക്ക് ടു ഡെയിലി റൊട്ടീനിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഒരു ചീട്ട് ഡേ ഒക്കെ എടുത്തായിരുന്നു. അധികം ജോലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മടി പിടിച്ചതാണ്. അങ്ങനെ ഇനി തലേ ദിവസമൊക്കെ പുറത്തൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ. ഈ അടുക്കള ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഉറക്കമൊക്കെ എണീച്ച് നേരെ താഴെ വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കങ്കു ഇറങ്ങിയോണ്ട് തന്നെ രാവിലെ 3 മണിക്ക് തന്നെ ഫസ്റ്റ് ഷോ കാണണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു പ്രോപ്പർ എൻ്റെ മോർണിംഗ് റൊട്ടീൻ അല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും കെൻസും നൈനും ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടൊക്കെ ഇതേ വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ ചിരി വരുവേ, അതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. ഞാൻ സംസാരിച്ച് ടൈം പോവുകയാണേ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതേ ഫ്രീസറിൽ നിന്ന് മീനൊക്കെ എടുത്തു വെള്ളത്തിലേക്ക് മാറ്റാം കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ ജോലി കഴിയുമ്പോഴേക്കും നമുക്ക് മീനും ക്ലീൻ ചെയ്യേണ്ട ടൈം ആവേ. എനിക്ക് മിക്കപ്പോഴും ഉമ്മ കേട്ടോ മീൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതേ ഇപ്രാവശ്യവും ഞാൻ പറഞ്ഞു ക്ലീൻ ചെയ്യേണ്ടതെന്ന്. എല്ലാ പ്രാവശ്യവും മീൻ ക്ലീൻ ചെയ്താട്ടോ തരുന്നത്. അപ്പോൾ ഇപ്പോൾ കുഞ്ഞു മീനായതുകൊണ്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് കുറേ ജോലികളുണ്ട് കേട്ടോ. പിന്നെ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, വേഗം തന്നെ പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ മീനിൻ്റെ ഐസൊക്കെ മാറാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രവും കഴുകിയെടുക്കാം. അങ്ങനെ കിച്ചണിൽ ഒരുവിധ എല്ലാ ജോലികളും കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇനിയാണ് കുക്കിങ്ങിലോട്ട് കിടക്കുന്നത്. ഫസ്റ്റ് തന്നെ കെൻസോണിന് ചായ വേണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ചായ ഇട്ട് കുടിക്കുന്നത്. ഈ ഇടയായിട്ട് കെൻസോണിന് ചായയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പാല് മാത്രമേ കുടിക്കാറുള്ളൂ. അങ്ങനെ ലൈറ്റ് കടുപ്പത്തിൽ ഞാനൊരു ചായ ഇട്ട് കൊടുക്കുകയാണ്. അധികം തേയിലയൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ കെൻസിനായതുകൊണ്ട്. അങ്ങനെ ലൈറ്റ് കടുപ്പത്തിൽ ചായ ഇട്ടു. ആ ടൈം കൊണ്ട് എൻ്റെ കാര്യം പറയാൻ വേണ്ടി ഇവിടെ കിച്ചണിൽ വന്നായിരുന്നു കെൻസ്. അങ്ങനെ പിന്നെ ഞാനും കെൻസും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചായയൊക്കെ അരിക്കുകയാണ്. ചൂടാ പനിയല്ലേ മോനെ? എന്ത് പറ്റി കെൻസുന്? പനിയായിട്ട് പോയില്ലല്ലേ സ്കൂളില്? പനി മാറുമ്പോ പോവില്ലേ? ചായ ചൂടാറിയിട്ട് തരാം. അങ്ങനെ കെൻസിനും ചായ കൊടുത്തു, ഞാനും കുടിച്ചു. കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നു. ഒന്ന് ഉറക്കിയതിന് ശേഷം വേഗം തന്നെ രാവിലത്തെ കാപ്പി തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇന്ന് അവന് വയ്യാത്തതുകൊണ്ട് തന്നെ നല്ല കരച്ചിൽ കാണും. അങ്ങനെ ഞാൻ വേഗം തന്നെ ചമ്മന്തിക്കറിക്കുള്ള എല്ലാം തയ്യാറാക്കി വെച്ചു. കൂടെ തന്നെ ദോശ ചുടാൻ വേണ്ടിയുള്ള പാനും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ചൂടുവെള്ളത്തിന് വേണ്ടിയുള്ള കലവും വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഞാൻ ഓരോന്നായിട്ട് തയ്യാറാക്കുക കേട്ടോ. കാരണം കെൻസ് എണീക്ക് മുന്നേ എനിക്കിതെല്ലാം ചെയ്ത് തീർക്കണമെന്ന് കരുതി കേട്ടോ. പെട്ടെന്നെല്ലാം ചെയ്യുന്നത്. പാത്രങ്ങൾ കണ്ടിട്ടൊന്നും ആരും നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞ് വരണ്ട കേട്ടോ. ഇതൊക്കെ ഞാൻ വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി പുതിയത് മേടിച്ചൂടെ അങ്ങനെയൊന്നും പറഞ്ഞ് വരണ്ട കേട്ടോ. എൻ്റെ കത്തിയുടെ തുരുമ്പോ ഇതൊക്കെ ഞാൻ സ്ഥിരം എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. കുറേ പേര് എനിക്ക് പറയാറുണ്ട് കേട്ടോ, ഇത് മാറ്റിക്കൂടെ അത് മാറ്റിക്കൂടെ എന്ന്. ഇതൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസാണ്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി എനിക്കൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ വേഗം തന്നെ രാവിലത്തെ കാപ്പിയെല്ലാം തയ്യാറാക്കി ഇനി നേരെ കെൻസൂരിനെ കൊണ്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ കെൻസൂരിന് മരുന്നൊക്കെ കൊടുക്കാൻ.
അതിനൊരു യുദ്ധം തന്നെ ഇവിടെ നടക്കും. അങ്ങനെ ഞാനും കെൻസും രാവിലത്തെ കാപ്പി കഴിച്ചു. കെൻസോന് മരുന്നൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയ ചോറിന് വേണ്ടിയുള്ള അരിയൊക്കെ ഇട്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും നേരെ പോയി മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തായിരുന്നു കേട്ടോ. ഇന്ന് നെത്തോലിയായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പോൾ നെത്തോലിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തായിരുന്നു. ഉച്ചത്തേക്ക് വേണ്ടിയുള്ള മീൻകറി റെഡി ആയിട്ട് കേട്ടോ. അതുപോലെ തന്നെ നെത്തോലിയിൽ അരപ്പും പുരട്ടി വെച്ചായിരുന്നു. അരി തിളച്ചപ്പോഴേക്കും ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റിയായിരുന്നു. പിന്നെ അതേ ഉച്ചത്തേക്ക് വേണ്ടി മരിച്ചിനി കറിയും വെക്കാമെന്ന് കരുതി മരിച്ചിനി എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതേ മാറ്റിയായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. വീട് ഒരു കോലമായിട്ട് കിടക്കുകയാണ്. ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളായിരുന്നു. ആ ടൈം കൊണ്ട് ഞാൻ വേഗം വീടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത കേട്ടോ. മരിച്ചിനിയെല്ലാം വെന്തുടങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള പരുവമുണ്ട് ഇഷ്ടം. ഇതുപോലെ ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഉച്ചത്തേക്ക് വേണ്ടിയുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം തന്നെ ഒന്ന് പോയി ഫ്രഷായി വരണം കേട്ടോ. അതിന് മുന്നേറ്റ് ഞാൻ ഈ ഒരു ബോട്ടിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇനി ഉച്ച വരെ ഇത് കുടിച്ച് തീർത്താലേ എൻ്റെ ആ ഒരു തൃപ്തിയാകത്തുള്ളേ. അപ്പോൾ ഇത് വേഗം തന്നെ പോയി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഇക്ക വരുമെന്ന് പറഞ്ഞു ഫുഡ് കഴിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഫ്രഷായി വന്നായിരുന്നു. പക്ഷേ ഇത് കെൻസുകുട്ടൻ്റെ ഇവിടെ കിടക്കുക കേട്ടോ പനിയായിട്ട്. അപ്പോൾ അവനെ ഒന്ന് പോയി നോക്കണം. ഫുഡൊക്കെ കഴിച്ച് കിടക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. പിന്നെ ഇത് ഈയിടെയായിട്ട് ഇച്ചിരി ബുക്കൊക്കെ വായന കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം. അപ്പോഴേക്കും നൈനക്കുട്ടിക്കുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേഴ്സറിയിൽ നിന്ന് വിളിച്ച് അങ്ങനെ നേഴ്സറിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. നൈനക്കുട്ടിയെ ഫ്രഷ് ആക്കിയതേ കണ്ടില്ലേ. ഇനി നൈനക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇക്ക വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കണ്ടില്ല. ഞാൻ വിശന്ന് കുരുങ്ങി ഇവിടെ ഇരിക്കുക കേട്ടോ. പിന്നെ നൈനക്കുട്ടിക്കും കെൻസിനും ചോറ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്.
അങ്ങനെ ഞാനോട്ടേക്ക് ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടോ. ഇവിടെ നല്ല മഴക്കാറുണ്ട്. പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്ന ചെടിയൊക്കെ വാടി തുടങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പുതിയ ഈ ഒരു ആന്തൂറിയം വെക്കണം കേട്ടോ. ഇതാകുമ്പോൾ 1.5 ആഴ്ചയൊക്കെ വാടാതെ ഇരിക്കും. അങ്ങനെ പിന്നെ എനിക്ക് ഈ ചെടികളെ പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്തത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉമ്മായും പാപ്പാൻ്റെ ഇവിടെയൊക്കെ ചെടികൾ വെച്ച് നിറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ കാട് കയറിയോണ്ട് വെട്ടിയും കളഞ്ഞായിരുന്നു. ഇനി ഇവിടെ എല്ലാം പുതിയ പുതിയ ചെടികളൊക്കെ വെക്കണം കേട്ടോ. പിന്നെ അതേ കണ്ടില്ലേ, ഇതാണ് നല്ല ഭംഗിയുള്ള പൂവാട്ടോ. ഇത് നല്ല വലുതും കൂടെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ പ്രാണികളൊക്കെ ചത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഇതൊക്കെ പറയുന്നത് ഒരു മാമ നോക്കിക്കൊണ്ട് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ നിർത്തിക്കളഞ്ഞു. അതിനുശേഷം ഞാൻ പോയി പിന്നെ 2-3 ഇലകളും കൂടെ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതും കൂടെ അവിടെ വെക്കണം. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഇലകളാട്ടോ ഇത്. അങ്ങനെ ഞാൻ ഇനി നേരെ അങ്ങോട്ട് പോകണം കേട്ടോ, ഡൈനിങ് ടേബിളിൽ. ഇപ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് മഴകളൊക്കെ ഇങ്ങനെ പെയ്തു തുടങ്ങുകയാണ്. അതെ, നമ്മൾ വീഡിയോസ് ചുമ്മാ കണ്ടുപോയാൽ മാത്രം പോരാ കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ നിങ്ങൾ ഓരോ വിലയേറിയ കമൻറ്റ് എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇത്രയും നേരമായിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ ഒരു ഷേക്ക് അടിച്ച് കുടിക്കുക കേട്ടോ. ഈ ഒരു അവക്കാഡോ ഷേക്ക് അടിച്ച് കുടിക്കുകയാണ്. അപ്പോഴേക്കും ഇക്കായി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് കെൻസുകുറിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണം. കെൻസുകുറിൻ്റെ പനിക്കൊന്നും ഒട്ടും മാറ്റമില്ലാത്തതുകൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പോയി. ആ നേരം കൊണ്ട് ഞാൻ റെഡിയായി വന്നു. അതിനുശേഷം ഈ ഒരു ഫ്ലവറൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം നീനൂസ് കുട്ടി ഫാമിലി.